ഐവാ സിൽക്സ്, കാസർഗോഡ്, കാഞ്ഞങ്ങാട്, മാംഗ്ലൂർ. വല്ലാത്തൊരവസ്ഥയാണല്ലോ ബി ജെ പിക്ക്. ഇന്ത്യയുടെ ആഭ്യന്തരമന്ത്രി അല്ലെങ്കിൽ ബി ജെ പിയുടെ പ്രമുഖ നേതാവ് അമിത്ഷാ ഇതുവരെ തോൽവിയെക്കുറിച്ച് ഒരു വിശദീകരണം നൽകാൻ അല്ലെങ്കിൽ അതിനെക്കുറിച്ച് ഒരു ഔദ്യോഗിക പ്രതികരണം നടത്താൻ ഇതുവരെ തയ്യാറായിട്ടില്ല. എങ്ങനെയാണ് തയ്യാറാവുക? അമ്മാതിരി തള്ളല്ലേ ഡൽഹി നിയമസഭാ തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് അമിത്ഷാ തള്ളിയിട്ടുള്ളത്. ഒരു അമിട്ട് പൊട്ടുന്നത് പോലെയാണ് അമിത്ഷാ ചില കാര്യങ്ങൾ ഡൽഹി നിയമസഭാ തിരഞ്ഞെടുപ്പ് വേളയിൽ പൊട്ടിച്ചത്. ഷാഹിൻ ബാഗുകാർക്ക് ഷോക്കേൽക്കുന്ന രീതിയിലുള്ള ഒരു ഫലമായിരിക്കും പുറത്തു വരാൻ വേണ്ടി പോവുക. ഡൽഹി നിയമസഭാ തിരഞ്ഞെടുപ്പ് ഫലം പുറത്തു വരുമ്പോൾ രാജ്യത്തെ ജനങ്ങൾ ഞെട്ടി വിറച്ചു പോകും. ഇങ്ങനെയൊക്കെ വലിയ തള്ളു തള്ളിയ ആശാനെ മാധ്യമങ്ങൾക്ക് മുന്നിൽ കാണുന്നില്ല എന്ന് മാത്രമല്ല, മാധ്യമങ്ങൾക്ക് ഒരു തരത്തിലും തല കാണിക്കാൻ പോലും അമിത്ഷാ തയ്യാറാവുന്നുമില്ല. ഒരു ഔദ്യോഗിക പ്രതികരണം വരിക സ്വാഭാവികമാണ്. കാരണം ലോക്സഭാ തിരഞ്ഞെടുപ്പ് സമയത്ത് ഏറ്റവും വലിയ തോൽവി ഏറ്റുവാങ്ങിയ രാഷ്ട്രീയ പ്രസ്ഥാനം കോൺഗ്രസ്. ആ കോൺഗ്രസിന്റെ അമരക്കാരൻ രാഹുൽ ഗാന്ധിയും കൂട്ടരും ഉടൻ തന്നെ ആ തോൽവിയെക്കുറിച്ച് വളരെ വിശദമായി തുറന്നു പറഞ്ഞത് നമ്മൾ കണ്ടതാണ്. പക്ഷേ കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ ഡൽഹി നിയമസഭാ തിരഞ്ഞെടുപ്പിന്റെ ചുക്കാൻ പിടിച്ചത് അദ്ദേഹം തന്നെയാണ്. അങ്ങനെയുള്ള ആളെ ഡൽഹി നിയമസഭാ തിരഞ്ഞെടുപ്പ് ഫലം പുറത്തു വന്നതിന് ശേഷം പൊതുജനങ്ങൾക്കെന്നല്ല രാജ്യത്തെ മാധ്യമങ്ങൾക്ക് പോലും കാണാൻ വേണ്ടി സാധിച്ചില്ല എന്ന് പറയുന്നത് എത്ര വലിയ നാണക്കേടാണ്. വിജയത്തിൽ ഞങ്ങൾ അഹങ്കരിക്കില്ല, തോൽവിയിൽ ഞങ്ങൾ നിരാശപ്പെടില്ല എന്ന് പറഞ്ഞ് ഡൽഹി ബി ജെ പിയുടെ ആസ്ഥാനത്ത് ഉയർന്നു വന്ന ഫ്ലെക്സിനോടെങ്കിലും ആ ഒരു ബാനറിനോടെങ്കിലും ഇത്തിരി മാന്യത പുലർത്താമായിരുന്നു. കാരണം ആ ഫ്ലെക്സിൽ പറഞ്ഞ കാര്യമെങ്കിലും അമിത്ഷാ ഒന്ന് പ്രാവർത്തികമായി ചെയ്തു കാണിച്ചിരുന്നുവെങ്കിൽ ഞങ്ങൾക്കൊരു ചെറിയ സന്തോഷമായേനെ. എന്തായാലും അരവിന്ദ് കെജ്രിവാളിന്റെ വാളിന് മുന്നിൽ അമിത്ഷാ തല കാണിച്ചു നിന്നു. അതിൻ്റെ പേരിൽ ഇനി തല കാണിക്കാൻ താൻ മുന്നോട്ട് വരില്ല എന്ന തീരുമാനത്തിലാണ് അമിത്ഷാ എന്ന് ഞങ്ങൾ കരുതിക്കൊള്ളാം. എന്തായാലും അമിട്ട് പൊട്ടിയതിൻ്റെ ഏറ്റവും വലിയ തിരിച്ചടി ലഭിച്ചിരിക്കുന്നത് നമ്മുടെ അമിതാഷാന് തന്നെയാണ്. ന്യൂസ് ഡെസ്ക് പബ്ലിക് കേരള. ഐവാ സിൽക്സ്, കാസർഗോഡ്, കാഞ്ഞങ്ങാട്, മാംഗ്ലൂർ.